എന്നോട് ചോദിക്കണം. അറിഞ്ഞൂടാത്തുണ്ട്. വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ സമ്മതമായിരുന്നു. എന്ത് സമ്മതമായിരുന്നു? ഇല്ല. അല്ല, സമ്മതമാണെങ്കിൽ പിന്നെ ഹായ്, നമസ്കാരം. ഇന്നലെ നമ്മൾ വളരെ ഞെട്ടലോടെ കണ്ട ഒരു വാർത്തയായിരുന്നു വെഞ്ഞാറമൂട്ടിലെ ആ 5 കൊലപാതകങ്ങൾ. ചില മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വാർത്തകൾ തരുമ്പോഴും ചില മാധ്യമങ്ങൾ അവരുടെ സെൻസേഷണൽ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ തന്നെ പറയണം, അവരുടെ മാധ്യമധർമ്മത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ചില ന്യൂസുകൾ കൊടുക്കണ്ടായി. അത് നമുക്കൊന്ന് കാണാം. എന്താ സംഭവിച്ചതെന്ന് വല്ല എന്നോട് ചോദിക്കണം. അറിഞ്ഞൂടാത്തുണ്ട്. ഈ അഫാനെ അറിയോ? ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അധികം ഇതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ സമ്മതമായിരുന്നു. എന്ത് സമ്മതമായിരുന്നു? എന്നിട്ട് പിന്നെന്താ അത് സംഭവിച്ചത്? പിന്നൊന്നും അറിയത്തില്ല. അല്ല, സമ്മതമാണെങ്കിൽ പിന്നെ റേറ്റിംഗും സെൻസേഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ മരണങ്ങളും ആനുകൂല്യങ്ങളാക്കി മാറ്റുന്ന മാധ്യമ മനോഭാവം, ഇത് നിങ്ങൾ മാറ്റാത്തിടത്തോളം കാലം പൊതുജനങ്ങൾ നിങ്ങളെ പൊതുനിരത്തിലിട്ട് അപമാനിക്കുന്ന കാലം വിദൂരത്തല്ല. ആ കൊച്ചനുജൻ്റെ സ്വന്തം പെങ്ങളെയാണ് കൊന്നിട്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ, ഇതിനെ സെൻസേഷണൽ എന്നല്ല പറയാം. കുറച്ചെങ്കിലും അവസരബോധം വേണ്ട നിനക്കൊക്കെ. നാട്ടിൽ കിട്ടുന്ന കള്ളും കഞ്ചാവും അടിച്ചിട്ട് ഒരുത്തൻ 5 പേരെ കൊന്നിട്ട് സ്വന്തം പെങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് അനുജനോട് പോയി ചോദിക്കേണ്ട ചോദ്യമാണോ ചങ്ങായി പോയി ചോദിച്ചത്? ചാനൽ ചർച്ചയിലെ ജഡ്ജിമാരോട്, ഈ ദുഃഖത്തിൻ്റെ വ്യാപാരികളെ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തു? നിങ്ങൾ ചോദ്യം ചെയ്യില്ല. കാര്യം നിങ്ങൾക്കെല്ലാം സെൻസേഷനിലാണ് ആവശ്യം. ഒരു മനുഷ്യനോടും നിങ്ങൾക്ക് കടപ്പാടോ സഹതാപമോ വിനയവുമില്ല. വെറും സെൻസേഷണൽ മാത്രം.